ഹായ് ഹലോ, ഞാനാണ് ഇന്ന് മോനെ വിളിക്കാൻ സ്കൂളിൽ വന്നത്. അപ്പോൾ മോനെ വിളിച്ചിട്ട് ഞങ്ങളൊരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പേഷ്യൻ്റ് വേറെ ആരുമല്ല, ഞങ്ങളുടെ വല്യച്ഛനാണ്. വല്യച്ഛന് സുഖമില്ലാതെ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞങ്ങൾക്കൊരു കൂട്ടിന് അമ്മയും വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദേ കണ്ടോ, അവിടെ നിന്നവരെല്ലാം അവനെ തന്നെ നോക്കുമായിരുന്നു. എന്തോ ഈ കൊച്ചു കാണിക്കുന്നതെന്ന്. നല്ല വെയിലായിരുന്നു ആ സ്റ്റോപ്പിൽ. പറഞ്ഞിട്ട് അവൻ അവിടുന്ന് മാറുന്നതേ ഇല്ല. അതിൻ്റെ കൂടെ ദേ ഈ കാണുന്ന സർക്കസും. അമ്മയെ ഞാൻ ഒരുവിധം വഴക്കൊക്കെ പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഇറക്കി. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ എപ്പോൾ കയറിയാലും കിട്ടുമെങ്കിൽ അവൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കും. ദേ ഇതാണ് ഞങ്ങളുടെ വല്യച്ഛൻ അഡ്മിറ്റായിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റൽ മാഞ്ഞാലിയിൽ. 7 വർഷത്തിന് മുമ്പ് ഞാനും ഇവിടുത്തെ പേഷ്യൻ്റ് ആയിരുന്നു. ഇവിടുത്തെ വരാന്തയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല മരുന്നിൻ്റെ മണമുണ്ടല്ലോ, ഓരോ കിഴി തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ മണമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വല്യച്ഛൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു. സ്നേഹം കൂടി അപ്പച്ചിയും മോനും അവസാനം വഴക്കായി. പെമ്പിള്ളാരെ ഉപദ്രവിക്കുന്നോ എന്ന് ചോദിച്ച് അമ്മ ഇടയ്ക്ക് കയറി നല്ല നുള്ളു കൊടുത്ത് വിട്ടു. ഇപ്പം അതിൻ്റെ പിണക്കത്തിലാണ്. അവൻ്റെ പിണക്കം മാറ്റാനാവുന്ന ശ്രമത്തിലാണ് അമ്മ. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചിയും മോനും ചക്കര അടയും പോലെ. ദേ ഞങ്ങൾ അടൂര് തിരിച്ചെത്തി. ഇനി അന്വേഷിക്കുന്നത് ആരെയാണെന്നറിയാമോ? അച്ഛൻ പണി കഴിഞ്ഞ് വന്ന് കാണും. ഫൈനലി ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിച്ചു. അവിചാരിതമായി കണ്ടുമുട്ടിയതുപോലെയുള്ള എല്ലാവരുടെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. അപ്പൂപ്പനെ കണ്ട സന്തോഷത്തിൽ ഓങ്കാരി ഓടിച്ചെന്ന് ചാടി കയറി. ദേ ഇതാണ് പണി. ഇവിടെ ഇപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ അപ്പൂപ്പനും കൊച്ചുമോനും തമ്മിൽ അടിയാണ്. പനി വരും, സ്കൂള് തുറന്നതല്ലേ ഉള്ളൂ, വാങ്ങിച്ചു തരില്ലെന്നൊക്കെ ആദ്യം അച്ഛൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ മുന്നിൽ അപ്പൂപ്പൻ കീഴടങ്ങി. അവന് ജ്യൂസും കിട്ടി. ഞങ്ങൾക്കങ്ങനെ ചായ വന്നു. ചായ കിട്ടിയ അതിനൊപ്പം കടിയില്ലാതെ എങ്ങനെയാ? പിന്നെ ഓരോ ഉള്ളിവട കൂടി. ഇത് ഈ കടയുടെ മുന്നിൽ തന്നെ ചൂടോടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓങ്കാരിക്ക് ചെറിയ പാക്കറ്റിൽ ജ്യൂസാണ് വാങ്ങിയത്, വേറൊന്നുകൂടി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്. അവൻ പോയി വേറൊരു പെപ്സി വാങ്ങിച്ചു. ഞങ്ങൾക്കും വേണം. വഴക്കുണ്ടാക്കിയാലും ഞങ്ങളും വാങ്ങി കുടിച്ചു. അതിൻ്റെ പിണക്കം അവന്. ഞങ്ങൾ മൈൻഡ് പോലും ചെയ്തില്ല. തിരിച്ച് വീട്ടിലോട്ട് വണ്ടി കയറുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ സ്കൂളിൽ നിന്നും അവന് ബാഗ് കിട്ടി. അതെല്ലാവരെയും കൂടി കാണിക്കണേ അമ്മേ എന്നവൻ പറഞ്ഞു. അപ്പം ഇതാണ് ഓങ്കാരിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗ്. വളരെ നല്ല ബാഗ് കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ബാഗായിട്ട് എനിക്ക് തോന്നി. ബാഗ് മാത്രമല്ല, ഒരു പെൻസിലുണ്ടായിരുന്നു, 2 ബുക്ക് ഉണ്ടായിരുന്നു. ഈ സ്കൂൾ തുറപ്പിനൊക്കെ ബുക്കിൻ്റെ മണം ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.